ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തുടർന്ന് വീഡിയോ കാണാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്താം കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇതേ റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് സൂട്ട് ആവുകയാണെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിറം കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ അലോവേര ജെൽ എടുക്കുക. അലോവേര ജെല്ല് വീട്ടിലുള്ളത് വേണമെങ്കിൽ എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേറൊന്നും വേണ്ട, ഇത് 3 മാത്രമേ വേണ്ടൂ. ഇത് 3നും ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള വേറൊരു സാധനവും ഇല്ല. ഇത് 3 തന്നെ വേണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂ. പിന്നെ എല്ലാവർക്കും ഇത് 100% റിസൾട്ട് തരുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടുന്നുണ്ടാകുക. ചിലപ്പോൾ എന്നെക്കാളും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളവർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കമൻറ്റിലൂടെ അറിയിച്ചിരുന്നെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരുപാട് യൂസ്ഫുൾ ആവുമായിരുന്നു. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മുഖത്തിട്ടാൽ മതി. പിന്നെ നിങ്ങളെന്താ ഫേസിലിടാത്തത്, നിങ്ങളെന്തിനാ കൈക്ക് കാണിച്ചിരുന്നത്, മുഖത്തിടേണ്ടത് കയ്യിലല്ലോ കാണിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കിട്ടാറുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. ചിലർക്ക് മുഖം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയാസിലൊന്നും വരാൻ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലായിരിക്കും. അങ്ങനെ ചിന്തിക്കുക, അല്ലാണ്ട് അത് മുഖത്തിടുന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് അവരത് മുഖത്തിടാത്തത് എന്നല്ല. ഇത് ആസിഡൊന്നുമല്ല, നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഇടുന്നത്. അതിനെക്കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും അലർജി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ, അതായത് നമുക്ക് ഓൾറെഡി ബോഡിക്ക് അലർജി ഉള്ള ചിലർക്ക് ലെമൺ അലർജി ആയിരിക്കും, ചിലർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൽ ഇടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലർജിയാണ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആ ഫേസ് പാക്ക് യൂസ് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചത് കൊണ്ട് മുഖത്തൊന്നും വരാൻ പോകുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലാണ് കൈ കളയേണ്ടത്. അപ്പോൾ കൈ കളയുമ്പോൾ നിങ്ങൾ മുഖത്ത് നിന്ന് ഇതേപോലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ മെല്ലെ മസാജ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട്, ചിലർ സോപ്പെല്ലാം ഉപയോഗിച്ചിട്ട് മുഖം അങ്ങ് കഴുകി കളയും. അങ്ങനെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും. അങ്ങനെ ചെയ്താൽ നമ്മളിട്ട ആ ഒരു ഫേസ് പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും പോയി പോകും. ആ സോപ്പ് തേച്ചിട്ട് അങ്ങ് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മെല്ലെ മുഖത്തുനിന്ന് മസാജ് ചെയ്ത് റിമൂവ് എടുത്താലാണെങ്കിൽ നമ്മളൊരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നമ്മളെ ആ ഫേസിലുള്ള ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ആ ഒരു ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു തിളക്കവും നിറവും ഒക്കെ ആ സമയത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ രീതിയിലേക്ക് പോകുമെങ്കിലും നിങ്ങളിത് വീക്കിലി 2 ടൈംസ് വെച്ച് 1 മന്ത് കണ്ടിന്യൂ ചെയ്താൽ നിറവും തിളക്കവും പെർമനൻ്റ് ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും. അതേപോലെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും പാർട്ടി ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്കിത് ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായി കഴുകി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ജസ്റ്റ് ബാക്കിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം കളർ വന്നിട്ടുണ്ട്, എത്ര നിറം വന്നിട്ടുണ്ട്, എത്ര തിളക്കമുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇതേപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ല ഒരു റിസൾട്ട് നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ ആ ഒരു പാക്ക് നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെത് നല്ല എന്താ പറയുക അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉറപ്പായിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്നത് 10 വയസ്സിന്റെ മേലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.